ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിലിപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു സർപ്രൈസ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹൗസിലുള്ള അത്രയും കണ്ടസ്റ്റൻസിന് വേണ്ടിയുള്ള ഡ്രസ്സും അതേപോലെ തന്നെ അവരുടെ പെട്ടിയും ബെഡ്ഷീറ്റ്, ബ്രഷ് അങ്ങനെയുള്ള കുറച്ചധികം തന്നെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരു 1-2 ദിവസം നിൽക്കാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുൻഷിയാണ്. മുൻഷിയുടെ പരാക്രമം വന്നപ്പോൾ തൊട്ട് നമ്മൾ കാണുന്നതാണ്. അത് എക്സ്ട്രീം ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് നല്ലൊരു ദേഷ്യമുണ്ട് കേട്ടോ. അതായത് ബിഗ് ബോസ് പുള്ളീനെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പിസോഡ് നോക്കുന്ന സമയത്ത് പോലും പുള്ളി അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ബിഗ് ബോസ് ഒക്കെ കാരണം കൂടിയാണ് ഞാൻ പുറത്തായത് എന്നുള്ളൊരു വലിയൊരു ദേഷ്യവും വിദ്വേഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഭയങ്കര സ്ക്രീൻ സ്പേസിന് വേണ്ടിയുള്ള കളിയാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അനുമോൾക്കായിരുന്നു എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. അനീഷിനോടൊന്നും അല്ലായിരുന്നു അവൾക്ക് ഇഷ്ടം. അവൾക്ക് എന്നോടാണ് പ്രേമം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അനുമോളോട് പറയുന്നുണ്ട്, എനിക്കൊരു സീക്രട്ട് ടാസ്ക് തന്നിട്ടുണ്ട്, എന്നെ സാരി ഉടുപ്പിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിൻ്റെ പേരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നീ എനിക്ക് സാരിയൊക്കെ കൊടുത്ത് തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊന്ന് സ്കിപ്പാക്കിയിട്ടുണ്ടായിരുന്നു ലൈവ്. പുള്ളിയുടെ സംസാരം കേട്ടിട്ട് തള്ളുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും അനുമോൾ അത് ചെയ്തു തരാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പുള്ളി വളരെ പരാക്രമമാണ് ലൈവിൽ. ഇപ്പോൾ പുള്ളിയെ ഉള്ളു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പുള്ളി കൊണ്ടുപോകുന്നു തോന്നുന്നു. ഹൗസിലിപ്പോൾ വിജയിക്കാൻ വേണ്ടി ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ ഗെയിമാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നോക്കുവാണെങ്കിൽ ശൈത്യയുടെ ഫാമിലി നമ്മുടെ അനീഷിനും അതുപോലെ തന്നെ ഷാനവാസിനെ പിന്നെ കുറച്ച് കണ്ടസ്റ്റൻസിനൊക്കെ തന്നെ ഷർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നെവിൻ പറയുന്നുണ്ട്, പുറത്താകുന്ന സമയത്ത് അത് ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അനീഷിനെ കളിയാക്കുന്നത് നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു.